നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ കഷ്ടപ്പാടുകളും തടസ്സങ്ങളുമൊക്കെ ഇനി മുതൽ മാറാൻ പോകുന്നു, അവസാനിക്കാൻ പോകുന്നു. ഇപ്പോൾ ഉള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചുകൊണ്ട് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സുവർണ കാലം തന്നെ തെളിഞ്ഞു കത്തുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് പണം ഒരുപാട് വന്നു ചേരും. കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള അവസരം, ലക്ഷങ്ങൾ കയ്യിലേക്ക് വന്നു ചേരാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കോടികൾ കിട്ടണമെന്നില്ല. പലർക്കും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. ചിലർക്കാകട്ടെ, അപൂർവം ചിലർക്ക് കോടികൾ തന്നെ വന്നു ചേരാം. അത് അവരുടെ ദശാകാലവും അപഹാരവും ഗ്രഹങ്ങളുടെ സ്ഥിതി ജാതകത്തിലുള്ളത് അനുസരിച്ചിട്ടായിരിക്കും. അതിൻ്റെ സ്വാധീനം കൂടി ചെലുത്തിയായിരിക്കും പലപ്പോഴും ഇത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത്. സാമ്പത്തികപരമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് വലിയ ഉന്നതികൾ വന്നു ചേരും. അത്യുച്ച നിലയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ വരെ വന്നു ചേരാം. ജീവിതത്തിലെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ വലിയൊരു പ്രതിസന്ധി മാറി വലിയ സാമ്പത്തിക വിജയം കൈവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. സംശയലേശമെന്നേ ഈ നക്ഷത്രക്കാർ, ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് അവരുടെ ദശാകാലവും അപഹാരവും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട്, അതും കൂടി മനസ്സിലാക്കി, അവരുടെ ജാതകവും കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഉള്ള അവസ്ഥ തുലനം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണ തോതിലുള്ള ഫലം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ആളുകൾക്ക് ചില തോതിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ആ വ്യത്യാസങ്ങൾ പ്രകടമാകുന്നത് അവരുടെ സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ പരിഗണന വെച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഫലങ്ങൾ വരുന്നത്. പക്ഷെ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ അനുഭവത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചകൾ തന്നെ കാണാൻ സാധിക്കും. ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ കണ്ടിരിക്കും. ഈ അത്ഭുതം എന്ന് പറയുന്നത് മാനസിക തലത്തിലായിരിക്കാം. സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുന്ന, മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കാം. ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറി വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരാൻ ശാരീരിക സുഖം ലഭിക്കുന്ന സാഹചര്യമായിരിക്കാം. ചിലർക്കാകട്ടെ കടബാധ്യതയിൽ നിന്നുള്ള മോചനമായിരിക്കാം. ചിലർക്കാകട്ടെ തൊഴിൽ അഭിവൃദ്ധിയായിരിക്കാം. അങ്ങനെ പലർക്കും പല രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും കാണുന്നത്. ഇപ്പോൾ അനുകൂലമായ സമയം ഒന്നു ചേർന്നുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ നാളുകളായി അവിടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും നടന്നു കിടന്നു. ഒട്ടേറെ സഹായവും എല്ലാവിധത്തിലുള്ള പിന്തുണയും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവർക്ക് സർക്കാർ തലത്തിൽ നിന്ന് പോലും ഉള്ള തടസ്സങ്ങൾ മാറുകയും മികച്ച രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ മാറുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യുന്ന സമയം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനം, പൂർവിക സ്വത്ത്, ധനപരമായിട്ടുള്ള ഉയർച്ചകൾ, ബിസിനസ്സിൽ ലാഭമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതുവരെ അനുഭവിച്ച പല വിധത്തിലുള്ള മോശപ്പെട്ട സാഹചര്യങ്ങളുമൊക്കെ മാറി നിൽക്കുകയും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ധനം ഒരുപാട് ഇവരുടെ കൂടെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷിക്കാതെ ആളുകളിൽ നിന്ന്, കുടുംബത്തിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും പല വിധത്തിലുള്ള സഹായം ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് ഇതുവരെ അനുഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന് വിചാരിച്ച സമയത്തായിരുന്നു ഇവരുടെ മാറ്റം അനുഭവപ്പെട്ട് തുടങ്ങിയത്. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മാറുന്ന സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരുന്നു. സഹായ സാധനങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും. കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും വിദേശത്തേക്ക് പോകുന്നതിനുള്ള അനുമതിയും ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വിസ ലഭിക്കുന്നതിനും അത്തരത്തിൽ വിദേശത്ത് പോയി അവിടെ അനുകൂലമായ ഒരു സാഹചര്യം ലഭിച്ച് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ ഉണ്ടായിരുന്ന ചില സ്വാരസ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ജ്യോതിഷപരമായി ഈ നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്.
ഒട്ടേറെ ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട് തുടങ്ങുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അനുകൂലമായ സമയമാണ്. ഇവർ കാത്തിരുന്ന പല പ്രവൃത്തികളും കാര്യങ്ങളുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്നു. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ആ അവസരങ്ങൾ പല മടങ്ങാണ് ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. ലക്ഷ്മി കടാക്ഷത്തോടു കൂടി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ വിധത്തിലും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും. സുഹൃത്തുക്കൾ വഴി ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ്. സമ്മാനങ്ങൾ ലഭിക്കുന്നതിനും പാരിതോഷികങ്ങൾ വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതിനും സാധിക്കുന്ന സമയമാണ്. സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കുന്ന സാധ്യതകളൊക്കെ ഇവരുടെ മുന്നിൽ വന്നു ചേരുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സ്ഥിതിയാണ്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലൊക്കെ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. വലിയ തോതിലുള്ള അംഗീകാരം ലഭിക്കുന്നു. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ ഒരു സുവർണ നേട്ടം തന്നെ വന്നു ചേർന്ന ഏറ്റവും തിളക്കമാർന്ന ഒരു ദിവസം എന്ന് പറയുന്ന രീതിയിൽ ദിവസങ്ങളോളം അത് നിലനിൽക്കുന്ന അവസ്ഥകൾ വരെ വന്നു ചേരുന്നു. അവസരം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ പേരും പ്രശസ്തിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ആവോളം ഉണ്ടാകും. ഈ അവസരം ഈ ഒരു സമയത്താണ് ഇവരെ തേടിയെത്തുന്നത്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് മനസ്സിൽ ആഗ്രഹിച്ച കാര്യം, വളരെ നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന കാര്യമൊക്കെ, വിചാരിച്ച കാര്യമൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും ഒട്ടേറെ ഉയർച്ചകൾ, വലിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്. ബിസിനസ് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ബിസിനസ്സിൽ മികച്ച ലാഭം വർദ്ധിച്ചു കിട്ടുന്നു. ഒട്ടേറെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ആ ബാധ്യതകളൊക്കെ മാറുന്നു. കടം വീട്ടാനുള്ള അവസരമൊക്കെ വന്നു ചേരുന്നു. മികച്ച അവസരങ്ങൾ ലഭിക്കുന്നു. പണം പ്രതീക്ഷിക്കാതെ തന്നെ ഈ നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. സ്വന്തമായൊരു വീട് എന്നൊരു സ്വപ്നം പൂണിയുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന ഈശ്വരാനുഗ്രഹത്താൽ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേർന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന മനസ്സിനും കുളിർമ ഏറുന്ന സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തെളിഞ്ഞിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന മാറ്റം തന്നെയാണ്. ശാരീരിക സുഖം വർദ്ധിക്കുന്നു. ശാന്തിയും സമാധാനമൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നു. എല്ലാ വിധത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഊർജ്ജസ്വലമായ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ജീവിതം അടിമുടി മാറുന്ന ഒരു സമയമാണ്. തൊട്ടത് എല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന, തടസ്സങ്ങളൊക്കെ മാറുന്ന, സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്ന, ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന സമയമാണ്. ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനം, ഇവിടെ അധ്വാനത്തിനും ഇവിടെ കഴിവുകൾക്കുമൊക്കെ നല്ല രീതിയിലുള്ള ഫലസിദ്ധി വന്നു ചേരുന്നു. ഈശ്വരാനുഗ്രഹം വലിയ തോതിൽ തന്നെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ്. മികച്ച ലാഭം വർദ്ധിക്കുന്നു. ധനപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ വന്നു ചേരും. പണ സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന സമയമാണ്. വിദേശവാസം, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തെ പോകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുകയും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എടുക്കുന്ന പ്രവർത്തനങ്ങൾ, അത് കുടുംബത്തിൻ്റെയും ഏറ്റവും അടുത്ത ആളുകളുടെയും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടെടുക്കുന്ന കാര്യങ്ങളൊക്കെ അത് ലക്ഷ്യപ്രാപ്തി കൈവരികയും ചെയ്യും. വരുമാനമില്ലാതെ നിന്നിരുന്ന ആളുകൾക്ക് വരുമാനം, പണം കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വർഷങ്ങളായി അവരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു. ഉയർന്ന വരുമാനം ഇവർക്ക് ലഭിക്കുന്നു. ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ അനുയോജ്യമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സുവർണ നിമിഷങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. സമൂഹത്തിൽ നിലയും വിലയും ഒക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലിയ തുകകൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിലുള്ള മാറ്റങ്ങൾ വലിയ തോതിൽ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്.
മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. ദൈവാനുഗ്രഹം എല്ലാവിധത്തിലും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, കച്ചവടക്കാർ, വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് സാമ്പത്തിക ലാഭം വന്നു ചേരുന്ന സമയമാണ്. കൈകളിലേക്ക് പണം ഒഴുകിയെത്തുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ ഇവർക്ക് സംഭവിക്കുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുകയും വാഹനം എന്നൊരു സ്വപ്നം പൂണിയും സാധിക്കുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക്, കടങ്ങൾക്ക്, കടബാധ്യതകൾക്കൊക്കെ അന്ത്യം കുറിക്കാൻ പോകുന്നു. ഇവർക്ക് ആ കടങ്ങളൊക്കെ വീട്ടി സ്വന്തമായ ഒരു ഭൂമി എന്നൊരു സ്വപ്നം, വീടെന്നൊരു സ്വപ്നം ഇതൊക്കെ പൂണിയാൻ സാധിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ നഷ്ടങ്ങൾ ഇല്ലാതെ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ, പ്രത്യേകിച്ചും സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന, ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്ന, സന്തോഷ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. തടസ്സങ്ങളൊക്കെ മാറുന്നു. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്നു. കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളുടെ സഹായമൊക്കെ ലഭിക്കുന്ന സമയമാണ്. സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളൊക്കെ വഴികാട്ടിയായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ, സഹായങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് മാറ്റം അനിവാര്യമായി നിൽക്കുന്നു. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ധനലാഭമാണ്. വൻതുകകൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതിനുള്ള യോഗം ഉണ്ടാകുന്നു. ജീവിതത്തിൽ മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള അവസരങ്ങൾ, സർവകാര്യ നേട്ടങ്ങളൊക്കെ, ഭാഗ്യവുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. കർമ്മ മേഖലകളിൽ മികച്ച അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു. മികച്ച അവസരങ്ങളും ശമ്പളമൊക്കെ വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച അവസരം, മികച്ച നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ, അവസരങ്ങൾ വന്നു ചേർന്നു. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ മാറുന്നു. ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേർന്നതിനുള്ള അവസരം, മക്കളുടെ ഉയർച്ചകൾ ഒക്കെ ഈ സമയത്ത് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.